ഹായ് ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. സോ എന്തൊക്കെയുണ്ടടാ, നാളത്തെ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കോർഡിനേഷൻ കെമിസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് എന്തെന്ന് പറയുന്നത് ഐസോമറിസം എന്ന് പറയുന്ന ഭാഗം അല്ലെ. ആ ഐസോമറിസം നമുക്ക് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്താണ് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതേണ്ടത് അത് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഐസോമറിസം എന്ന് പറയുന്ന ടോപ്പിക് എന്ത് ചെയ്യാ, പഠിക്കാം. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐസോമറിസം. സോ എന്താണ് ഐസോമറിസം? It is a compound having same molecular formula but different arrangement of ligands. നമ്മൾ 10th ക്ലാസ് പഠിച്ചത് തന്നെ സെയിം എന്താണ് മോളിക്കുലാർ ഫോർമുല ആയിരിക്കും but different arrangement of ligands. There are two type of isomerism, structural ഉണ്ട്, സ്റ്റീരിയോ ഐസോമറിസം ഉണ്ട്. സോ സ്ട്രക്ചറൽ ഐസോമറിസത്തിൽ 4 ടൈപ്പ് ആണ്. 1 മാർക്കിന്റെ ചോദ്യമാണ്, 1 മാർക്കിന് ചോദിക്കാം. എന്തൊക്കെയാ സ്ട്രക്ചറൽ ഐസോമറിസം? ഏതൊക്കെയാ അയണൈസേഷൻ ഐസോമറിസം, കോർഡിനേഷൻ, ലിങ്കേജ് ആൻഡ് ഹൈഡ്രേഷൻ ഐസോമറിസം. വാട്ട് ആർ ദ സ്റ്റീരിയോ ഐസോമേഴ്സ് അല്ലെങ്കിൽ സ്റ്റീരിയോ ഐസോമറിസം? ആരൊക്കെയാ? ജിയോമെട്രിക്കൽ ഉണ്ട്, അതുപോലെ ഒപ്റ്റിക്കൽ ഐസോമറിസം. നമുക്ക് ഇത് എന്ത് ചെയ്യാ, ഡീറ്റെയിൽ ആയിട്ട് ആറിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യാ, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാ, ഡിസ്കസ് ചെയ്യാം. സോ നിങ്ങൾ അയണൈസേഷൻ ഐസോമറിസം ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട കാര്യം ഇത് മാത്രമാണ്. അയണൈസേഷൻ ഐസോമറിസം is a isomerism which shown in a compound having same molecular formula, but they give different ion in their solution. Solution സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഡിഫറെന്റ് അയോൺസ് നൽകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അയണൈസേഷൻ ഐസോമറിസം എന്ന് വിളിക്കുക. അവരുടെ എക്സാമ്പിൾസ് നോക്ക്. ഏതാ? CONH3 thrice BrSO4 ഉം അതുപോലെ ഇനി അതിന്റെ ഐസോമർ നോക്ക്. ഐസോമറിലേക്ക് വരുമ്പോഴുള്ള മാറ്റം നോക്ക്, ചെറിയ മാറ്റം അല്ലെ. എന്താ ഇവിടെ നമ്മുടെ കോർഡിനേഷൻ എൻറ്റിറ്റിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന BR എന്ത് ചെയ്തു, ഐസോമറിലേക്ക് വന്നപ്പോ അത് പുറത്തേക്ക് വന്നു, പുറത്തുള്ള SO4 എന്ത് ചെയ്തു, ഉള്ളിലേക്ക് വന്നു അല്ലെ. സോ ദിസ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് അയണൈസേഷൻ ഐസോമറിസം. 1 മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാം അയണൈസേഷൻ ഐസോമറിസം എന്താണ്, ഗിവൻ എക്സാമ്പിൾ എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ ഒരു എസ്സേ ടൈപ്പ് ഒരു 4 മാർക്കിനൊക്കെ എന്ത് ചെയ്യാ, ചോദിക്കുക. ഇനി അടുത്തത് കോർഡിനേഷൻ ഐസോമറിസം. എന്താണ് കോർഡിനേഷൻ ഐസോമറിസം? ഇറ്റ് ഈസ് എ കോമ്പൗണ്ട് അല്ലെങ്കിൽ ഷോൺ ബൈ ദ കോമ്പൗണ്ട് കണ്ടെയ്നിങ് കോംപ്ലക്സ് കാറ്റയോൺ ആൻഡ് കോംപ്ലക്സ് ആനയോൺ. കോംപ്ലക്സ് കാറ്റയോണും കോംപ്ലക്സ് ആനയോണും ഉള്ള കോമ്പൗണ്ടുകൾ മാത്രമേ എന്ത് കാണിക്കുള്ളൂ, കോർഡിനേഷൻ ഐസോമറിസം കാണിക്കുള്ളൂ. ഇറ്റ് അറൈസസ് ഡ്യൂ ടു ദ ഇന്റർചേഞ്ച് ഓഫ് ദ ലിഗാൻഡ് ബിറ്റ്വീൻ സെൻട്രൽ മെറ്റൽ ആറ്റം. സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ചുറ്റുമുള്ള ലിഗാൻഡ്സ് എന്ത് ചെയ്യാണ്, ഇന്റർചേഞ്ച് ചെയ്യാണ്. സോ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. എന്താ? CONH3 6 times, CrCN 6 times. സോ ഇതിന്റെ ഐസോമറും കൂടി നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. ഇതല്ല അവിടെ, ഇതെന്താ, കോംപ്ലക്സ് ആയിട്ടുള്ള അയോണുകളാണുള്ളത് അല്ലെങ്കിൽ കാറ്റയോൺസ് ആണുള്ളത്. സോ ഇതിന്റെ എന്ത് ചെയ്യാണ്, ഞാൻ ഇതിന്റെ ഐസോമർ എഴുതുമ്പോ ഈ കൊബാൾട്ട് അതുപോലെ എഴുതുക. ഇവിടെ CN ആരെ കൂടെയാ, ക്രോമിയത്തിന്റെ അല്ലേ. ആ ക്രോമിയത്തിന്റെ അടിയിലുള്ള CN എന്ത് ചെയ്യുക, കൊബാൾട്ടിന്റെ കൂടെ കൂട്ടിക്കൊടുക്കുക, COCN6. അടുത്തത് ഇവിടെ CRന്റെ അടിയിൽ ഒപ്പാര CN ആയിരുന്നു, അപ്പൊ ഇവിടെ ബാക്കി ആരുണ്ട്, NH3 ഉണ്ടല്ലോ. എന്തുണ്ട്, NH3 ഉണ്ട്. ആ NH3 എന്ത് ചെയ്യാ, ഇവിടെ എന്ത് ചെയ്യാ, 5 times ചെയ്ത് കൊടുക്കുക. അതായത് 2 അയോണുകൾ എന്ത് ചെയ്തു, അവിടെയുള്ള ലിഗാൻഡ്സ് തമ്മിൽ എന്ത് ചെയ്തു, ഇന്റർചേഞ്ച് ചെയ്തു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോർഡിനേഷൻ ഐസോമറിസം. മോസ്റ്റ് ഇമ്പോർട്ടന്റ്, പഠിച്ചോണേ മക്കളെ, പഠിച്ചോണേ. അടുത്തത് ലിങ്കേജ് ഐസോമറിസം. വാട്ട് ഈസ് ലിങ്കേജ് ഐസോമറിസം? ഇറ്റ് ഈസ് കോംപ്ലക്സ് ഷോൺ ബൈ ദ കോംപ്ലക്സ് കണ്ടെയ്നിങ് ആംബിഡെന്റേറ്റ് ലിഗാൻഡ്. ആംബിഡെന്റേറ്റ് ലിഗാൻഡിന്റെ എക്സാമ്പിൾ ഏതാടാ, NO2, നൈട്രിറ്റ് ഒക്കെ അതിനെന്താണ്, എക്സയനൈഡ് ഒക്കെ എന്താണ്, എക്സാമ്പിൾ ആണ്. സോ ഇറ്റ് ഈസ് അറൈസസ്. അപ്പൊ എന്താ എഴുതേണ്ടത്, it is arises due to the different way of attachment of ligand of the central metal atom. Central metal atomത്തിലേക്ക് ഈ ആംബിഡെന്റേറ്റ് എന്ന രണ്ട് പല്ല് എന്നല്ലേ, എടാ ഡെന്റിസിന് എടുത്ത പല്ല് എന്നാണല്ലേ, പല്ല് കാണിക്കാനാ പോവാ. ആംബിഡെന്റേറ്റ് അതായത് ഒന്നിലധികം എന്ത് വരുന്നു, പല്ല് വരുന്നു അല്ലെ. സോ അതിന് എക്സാമ്പിൾ നമ്മൾ എടുത്തത് NO2 ആണ്. സോ അതെങ്ങനെയാണ് ഒരു ലിങ്കേജ് ഐസോമറിസം? ഇത് ഡിഫറെന്റ് വേ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ലിഗാൻഡ് അറൗണ്ട് സെൻട്രൽ ആറ്റം ആണെങ്കിൽ അത് ലിങ്കേജ് ആണ്. അതിനുള്ള എക്സാമ്പിൾ നോക്ക്. അതിനുള്ള എക്സാമ്പിൾ ഏതാ, CONH3 5 times NO2 പ്ലസും CONH3 5 times ONO യുമാണ് എന്ത്, അതിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെയാണോടാ, ഓക്കെയാണോ? പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എടാ പഠിക്കണേ, പരീക്ഷയ്ക്ക് ചോദിക്കും, എക്സാമ്പിൾ ചോദിക്കും. എന്താ മാറ്റം, ഈ NO2 എന്തായി, രണ്ടാമത്തെ ഐസോമറിലേക്ക് പോയപ്പോ ഓക്സിജൻ ആണ് അവിടെ എന്ത് ചെയ്തത്,
അവിടെ അറ്റാച്ച് ചെയ്യാൻ സെൻട്രൽ ആറ്റവുമായിട്ട് അറ്റാച്ച്മെന്റ് വന്നിട്ടുള്ളത്. ആൻഡ് ഫോർത്ത് വൺ അഥവാ നമ്മുടെ ഫസ്റ്റ് ഐസോമറിസത്തിലെ ഫോർത്ത് വൺ ഹൈഡ്രേഷൻ എന്താ ഐസോമറിസം ഏതാ? ഇറ്റ് ഈസ് അറൈസസ് ഡ്യൂ ടു ദ capability of water molecule appear inside and outside the coordination sphere. കോർഡിനേഷൻ സ്പിയറിന് ഉള്ളിലും പുറത്തും എന്ത് ചെയ്യുക? വാട്ടർ മോളിക്യൂൾസിനെ പ്രസന്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹൈഡ്രേഷൻ ഐസോമറിസം എന്ന് വിളിക്കുക. സോ ഇവിടെ ഞാൻ 2 എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഏതാ? COH2O 6 times Cl3. H2O ഫുൾ എന്താണ്? ഉള്ളിലാണ്. അടുത്ത നോക്ക്, COH2O 5 times Cl. ഒരു Cl ഉള്ളിലേക്ക് വന്നു, അപ്പൊ ഒരു H2O എന്ത് ചെയ്തു? പുറത്തേക്ക് പോയി. അപ്പൊ അടുത്തൊന്ന് എഴുതി നോക്ക്, COH2O എത്ര ടൈംസ് ഉണ്ടാവും? 4 ടൈംസ്. Cl എന്താകും? 2 ആവും. Cl2 Cl.H2O ട്വൈസ് ആയിട്ട് എന്ത് ചെയ്യും? മാറും. ഇതിനെയാണ് എന്ത് വിളിക്കുക? ഹൈഡ്രേഷൻ ഐസോമറിസം എന്ന് വിളിക്കുക. സോ നെക്സ്റ്റ് ജിയോമെട്രിക്കൽ ഐസോമറിസം. 2 തരത്തിലാണ് ജിയോമെട്രിക്കൽ. ഒന്ന് സ്റ്റീരിയോ ഐസോമറിസം ഉണ്ട്, മറ്റൊന്നെന്താണ് ഒപ്റ്റിക്കൽ ഐസോമറിസം ഉണ്ട്. സോ ഇറ്റ് വിൽ ഷോ ജിയോമെട്രിക്കൽ ഐസോമറിസം വിൽ ഷോൺ ബൈ ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ്. ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സുകൾ മാത്രമേ എന്ത് കാണിക്കാറുള്ളൂ? ജിയോമെട്രിക്കൽ ഐസോമറിസം എന്ത് ചെയ്യാറുള്ളടാ? കാണിക്കാറുള്ളൂ. സോ ഇറ്റ് ഈസ് arises due to the different possible geometrical arrangement of ligand around the central atom. എടാ ഇതാണ് ഇതിന്റെ സെൻട്രൽ ആറ്റം വിചാരിക്കും. ഇതിന് ചുറ്റുള്ള ആളുകളുടെ അറേഞ്ച്മെന്റിലുള്ള വ്യത്യാസം, അതായത് ഒപ്റ്റിക്കൽ ജിയോമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? 3 ഡയമെൻഷനാ. അപ്പൊ എന്താ? 3 ഡയമെൻഷനിൽ ഒരു സെൻട്രൽ ആറ്റത്തിൽ, അപ്പൊ ഇതിന്റെ ചുറ്റും വ്യത്യസ്ത ആളുകൾ ഉണ്ട് വിചാരിക്കും. ജിയോമെട്രിക്കൽ അറേഞ്ച്മെന്റിലെ ലിഗാൻഡിന്റെ ജിയോമെട്രിക്കൽ അറേഞ്ച്മെന്റിലെ ഡിഫറൻസ് ആണ് എന്ത് എന്ന് പറയുന്നത്? ജിയോമെട്രിക്കൽ ഐസോമറിസം എന്ന് പറയുന്നത്. സോ ജിയോമെട്രിക്കൽ ഐസോമറിസം കോർഡിനേഷൻ 4 and 6 വരുന്നു. കോർഡിനേഷൻ നമ്പർ 4 മാറും, അഥവാ സ്ക്വയറും അതുപോലെ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകളാണ് എന്ത് ചെയ്യുക? കാണിക്കുക. സോ അതിനൊരു എക്സാമ്പിൾ, ജിയോമെട്രിക്കൽ ഐസോമറിസത്തിന് ഒരു എക്സാമ്പിൾ നോക്കിക്കോ. PTNH3 twice Cl2 അഥവാ സ്ക്വയർ പ്ലെനാർ ആയിരിക്കും അയാളുടേത്. കാരണം എന്താ? കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് എത്രയാടാ? 4 ആണ്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്യണം? വരച്ചു പഠിക്കണം. എങ്ങനെയാ വരിക? PT അത് 2 ടൈപ്പാണ് ഉണ്ടാവുക. ഒന്നെന്താണ്? സിസ്, മറ്റൊന്ന് ട്രാൻസ്. ദാ ഇങ്ങനെയായിരിക്കും എന്ത് ഉണ്ടാവുക? സിസ് ഐസോമേഴ്സ് ഉണ്ടാവുക. അപ്പൊ ട്രാൻസ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? PT NH3 ഇവിടെ ഒന്നിവിടെ, അതിന് നേരെ ഓപ്പോസിറ്റ് അടുത്ത NH3 ഇവിടെ എന്ത് വരും? Cl, ഇവിടെ ഒരു Cl. ഇതെന്താ? ട്രാൻസ് ഐസോമർ ആണ്. ഓക്കെ, ഇനി അടുത്തത് CONH3 4 times Cl2 plus അഥവാ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. എങ്ങനെ വരിക? CO സെൻട്രല് ഇവിടെ ഒരു Cl കൊടുക്കുക, ഇവിടെ ഒരു Cl കൊടുക്കുക, 2 ക്ലോറിൻ അതെന്ത് ചെയ്യുക? അഡ്ജസന്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുക? കൊടുക്കുക. ഇവിടെ Cl ഒക്ടാഹെഡ്രൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് +1 സോറി ഒക്കെ Cl ആയി പോയി. ബാക്കിയുള്ള പൊസിഷനിലൊക്കെ ആരെ കൊടുക്കുക? NH3 എന്ത് ചെയ്യടാ? കൊടുക്കുക. NH3 എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു പ്ലസ് ചാർജ് ഇല്ലടാ. ഇത് വരക്കാൻ പഠിക്കണേ. ചോദിക്കുവേ പരീക്ഷയ്ക്ക് ചോദിക്കും. അടുത്തത് ഇതിന്റെ ട്രാൻസ് വരക്കുമ്പോ എന്ത് ചെയ്യുക? കൊബാൾട്ടിന് സെൻട്രൽ കൊടുക്കുക. ഒരു Cl-ന് എവിടെയും ഒരു Cl-ന് നേരെ ഓപ്പോസിറ്റും കൊടുക്കുക. ബാക്കിയുള്ള പൊസിഷനിൽ എന്ത് കൊടുക്കടാ? NH3 എന്ത് ചെയ്യടാ? ആഡ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള പൊസിഷനിൽ എന്ത് ചെയ്യുക? NH3 എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് കൊടുക്കുക. പ്ലസ് എന്ത് കൊടുക്കുക? ഇവിടെ ഒരു പ്ലസ് ചാർജും കൂടി കൊടുക്കുക. ഓക്കെ, അടുത്തത് COEN twice Cl2. ഏതാണ്? COEN twice Cl2. സോ അത് വരക്കുമ്പോ എങ്ങനെയാ? ഒരു CO സെൻട്രൽ വരക്കുക. ഇനി സിസ് ആണ് വരക്കുന്ന വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്യുക? 2 Cl-ന് അടുത്തേക്ക് കൊടുക്കുക. പിന്നെന്തുണ്ട്? 2 ഉണ്ട്, അത് EN ആണ്. ഏതാ? എത്തിലീൻ 1,2 ഡയമൈൻ. അതുപോലെ വേറൊന്നും കൂടി ഉണ്ട്, അതേതാ? EN ആണ്, അതും എത്തിലീൻ 1,2 ഡയമൈൻ. അപ്പൊ ഇത് ഇതിന്റെ സിസ് ഐസോമറാ. അപ്പൊ ഇതിന്റെ ട്രാൻസ് വരക്കുമ്പോ എന്ത് ചെയ്യണം? ഒരു Cl ഇവിടെ കൊടുക്കുക, മറ്റു Cl ഇവിടെ കൊടുക്കുക. ഇവിടെ എന്ത് വരും? ഒരു ഇവിടെ എന്ത് വരുടാ? നിങ്ങൾ എന്ത് കൊടുക്കുക? എത്തിലീൻ ഡയമൈൻ EN-നെ കൊടുക്കുക. അതുപോലെ ഇവിടെ എന്ത് വരും? EN-ന് എന്ത് ചെയ്യുക? കൊടുക്കുക. ഇതാണ് എന്ത്? ജിയോമെട്രിക്കൽ ഐസോമറിസം എന്ന് പറയുന്നത്. ആ ജിയോമെട്രിക്കൽ ഐസോമറിസത്തില് വേറൊരു ടൈപ്പ് ഉണ്ട്, ഫാക്മർ ഐസോമറിസം. ഏതാണ്? ഫാക്മർ അഥവാ ഫേഷ്യൽ മെറീഡിയൻ ഐസോമറിസം. അത് കാണിക്കുന്നത് MA3B3 ടൈപ്പ് ആണ്. അതായത് MA3B3 ടൈപ്പ്. സോ സിമിലർ ലിഗാൻഡ് ഓക്യുപ്പൈ അഡ്ജസന്റ് പൊസിഷൻ ഇൻ ഒക്ടാഹെഡ്രൽ ഫേസ്. അതായത് അതിന്റെ ഒക്ടാഹെഡ്രൽ ഫേസിൽ സെയിം ആയിട്ടുള്ള, അതായത് സെയിം ലിഗാൻഡ് ആണ് ഓക്യുപ്പൈ ചെയ്യുന്നതെങ്കിൽ അതിനെ ഫേഷ്യൽ അഥവാ ഫാക് എന്ന് വിളിക്കും. ഇനി അത് ഓപ്പോസിറ്റ് ആണെങ്കിൽ, ഏതാണ്? ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്താണ്?
അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താടാ മെറീഡിയൻ എന്ന് പറയും. സോ അതിന് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് CONH3 thrice NO2 thrice. മോസ്റ്റ് ഇമ്പോർട്ടന്റ്. സോ അതെങ്ങനെ വരക്കാം? ഇത് അവിടെ കൊടുത്തിട്ടുണ്ട് ഫാക്മർ. കണ്ടോ എന്താ മാറ്റം ഇവിടെ നോക്ക്. ഇവിടെ NH3 രണ്ടും, അതായത് NH3 മൂന്നും ഒരേ അഡ്ജസന്റ് പൊസിഷൻ, NO2 മൂന്നും അത് മറ്റൊരു അഡ്ജസന്റ് പൊസിഷൻ അല്ലെ. ഇങ്ങനെ എന്താണ് അഡ്ജസന്റ് പൊസിഷനിലായിരുന്നു എന്ത് ചെയ്തിരുന്നത് വന്നിരുന്നത്. അതിനെ നമ്മൾ ഫാക്ക് എന്ന് വിളിച്ചു. എന്നാ മെറിലേക്ക് വരുമ്പോ എന്താ മാറ്റം? മെറീഡിയനിലേക്ക് വരുമ്പോ എന്താ മാറ്റം? ഇവിടെ നോക്ക്, രണ്ട് NH3 അടുത്ത്, പക്ഷെ മറ്റാളെന്താ ഓപ്പോസിറ്റ് സൈഡാ അല്ലെ, അല്ലടാ. സോ അതിനെ നമ്മൾ എന്ത് വിളിക്കും? മെറീഡിയൻ അഥവാ മെർ എന്ന് വിളിക്കും. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പഠിച്ചോണടാ. സോ നെക്സ്റ്റ് ഒപ്റ്റിക്കൽ ഐസോമറിസം. ഏതാണ്? ഒപ്റ്റിക്കൽ ഐസോമറിസം. എടാ ഒപ്റ്റിക്കൽ ഐസോമറിസത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഒപ്റ്റിക്കലി രണ്ടെണ്ണാണ്, ഡെക്സ്ട്രോ ആൻഡ് ലീവോ റൊട്ടേറ്ററി ആണ് നമുക്കറിയാം. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി പറഞ്ഞാൽ എന്താ? ഇതിപ്പോ ഒരു മിറർ, ഇത് എന്റെ കൈ, ഇതിന്റെ മിറർ ഇമേജ് ഇങ്ങനെ ആയിരിക്കും അല്ലെ. അപ്പൊ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആർ നോൺ ആസ് ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ട് എന്ന് വിളിക്കും. അത് രണ്ടെണ്ണം ഉണ്ട്. ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, രണ്ടെണ്ണം ഉണ്ടാവും. ഡെക്സ്ട്രോ ആൻഡ് ലീവോ റൊട്ടേറ്ററി ഉണ്ടാവും അല്ലെ. ഡെക്സ്ട്രോ ആൻഡ് ലീവോ റൊട്ടേറ്ററി ഉണ്ടാവും. അപ്പൊ അതിൽ മനസ്സിലാക്കേണ്ടത് സിസ് കോമ്പൗണ്ട് ഷുഡ് ഫോം ഒപ്റ്റിക്കൽ ആക്റ്റീവ്. സിസ് മാത്രമേ എന്ത് കാണിക്കുള്ളൂ? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവുകയുള്ളൂ. ട്രാൻസ് എന്തല്ല? ഒപ്റ്റിക്കലി എന്തല്ലടാ? ആക്റ്റീവ് അല്ല. ട്രാൻസ് എന്തല്ല? ഒപ്റ്റിക്കലി എന്തല്ലടാ? ആക്റ്റീവ് അല്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. സോ അതിനുള്ള രണ്ട് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് PtCl2En ട്വൈസും മറ്റൊന്ന് COEn thrice 3+ഉം. രണ്ടും പഠിച്ചിരിക്കണടാ. സോ അടിപൊളിയായിട്ട് പരീക്ഷ ചെയ്ത ഐസോമറിസത്തിൽ ഇനി മറ്റൊരു സംശയത്തിന് ഇടവരുത്തരുത്. സോ അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.